ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്തൊരു വർക്കിനെ ഡെക്കറേഷൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ മോട്ടീഫ് ചതുരമായിട്ടാണ് ഇരുന്നത്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെറുതെ ഒന്ന് റൗണ്ട് പോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സാധാരണ ഒരു സൂചി നൂലെടുത്തിട്ട് നമ്മൾ മിഷീൻ നൂലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ റണ്ണിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെറുതെ ഒന്ന് ഓടിച്ച് തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് വരുന്ന രീതിയിലാണ് തുന്നി കൊടുത്തിരിക്കുന്നത്. അറ്റത്തൂടി കുറച്ച് സ്ഥലം മാത്രം വിട്ടിട്ട് കണ്ട ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തത്. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കി കിടക്കുന്ന തുണി ഉള്ളിലോട്ട് മടങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് ഒന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളിലോട്ട് ചുരുങ്ങി അത് കറക്റ്റായിട്ട് കിടക്കും. അപ്പോൾ നടുവിൽ കുറച്ച് കൂടുതൽ തുണി എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നടുവ് വരെ നമുക്ക് കിട്ടും. ഇത് ഞാൻ കുറച്ച് തുണി എടുത്തിട്ടുള്ളൂ കേട്ടോ, അധികം വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തുന്നിയ പാടുകളൊന്നും ബാക്ക് സൈഡിൽ കാണില്ല. നമ്മൾ കെട്ടിട്ട പാടുകളൊക്കെ ഉണ്ടാവില്ല നല്ലോണം, അതൊന്നും കാണില്ല. ഇതുപോലെ വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും കേട്ടോ. അതിനുശേഷം അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള നൂല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവിൽ നമുക്കൊരു പേപ്പർ വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ A4 ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഫോം പേപ്പറോ ചാർട്ട് പേപ്പറോ ഏത് തരത്തിലുള്ള പേപ്പർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അളവിൽ ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ ഒരു പശ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് പശ എല്ലായിടത്തും വരുന്ന രീതിയിൽ തന്നെ തേച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. എന്നാലാണ് നമ്മൾ ആ നൂലിൻ്റെ ഭാഗങ്ങളിലൊക്കെ കാണാണ്ട് കറക്റ്റായിട്ട് അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചില ഭാഗത്ത് ഇങ്ങനെ പൊന്തിരിക്കില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഞാനിവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു റിബൺ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിൽ കെട്ടി കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ കുറച്ച് ഭാഗങ്ങൾ കാണുന്നുണ്ടല്ലോ, അവിടെ നമുക്കൊരു ലേസ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പശ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് അവിടെയൊക്കെ നന്നായിട്ട് തേച്ചിട്ട് ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് ഇതുപോലത്തെ ചെറിയ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ലേസ് വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളർ വെച്ചിട്ട് എഴുതിയത് കൊണ്ടാണ് ഈ ഒരു കളർ ലേസ് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് കളർ വെച്ച് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഇത് വേണമെങ്കിൽ കൊടുക്കുക. പലതരത്തിൽ നമുക്ക് ലേസ് ഉണ്ടാവും, അതുപോലെ തന്നെ ബീഡ്സുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ വെച്ചിട്ട് അലങ്കരിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഇടയിൽ ഓരോരോ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്നിടവിട്ടിട്ടാണ് മുത്തുകൾ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതുപോലത്തെ സാധാരണ ഒരു ബീഡാണ് എടുക്കുന്നത് കേട്ടോ. ആ ബീഡ് ഓരോന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഒട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ച് കഴിയുമ്പോഴേക്ക് ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് അത്യാവശ്യത്തിന് ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും. പെട്ടെന്ന് ഉണങ്ങണ പശയുണ്ടത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം റിബൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ചിൻ്റെ റിബണും ഉണ്ട്, 1/4 ഇഞ്ചിൻ്റെ റിബണൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് 1 ഇഞ്ചിൻ്റെ അതിന് മുകളിലോട്ടൊക്കെ റിബണുകളുടെ സൈസുകൾ അവൈലബിൾ ആണ്. ഞാനിവിടെ 1/2 ഇഞ്ചിൻ്റെ റിബണായിട്ട് എടുത്തിരിക്കുന്നത്. അതെടുത്തിട്ട് നമുക്ക് ഒന്ന് കെട്ടിക്കൊടുക്കുക, ഒരു ബോ പോലെ കിട്ടാൻ വേണ്ടിയിട്ട്. ആ മുകളിലത്തെ ആ സ്ക്രൂ പോലെ ഇരിക്കുന്ന ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ വെച്ചിട്ട് 2 ചുറ്റായിട്ട് ചുറ്റി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് ഇതുപോലെ കെട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലത്തെയും ചെറുതായി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ച പശ വെച്ചിട്ട് അതിനകത്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു മുത്തും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. പല കളറിലും നമുക്ക് റിബൺ കിട്ടും, അത് വെച്ചിട്ട് നമുക്ക് കെട്ടാവുന്നുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ റെഡ് ഇതിനകത്ത് കാണിച്ചെന്നുള്ളൂ, ബാക്ക് സൈഡ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.